കോട്ടയത്ത് നിൽക്കുമ്പോഴാണ് ഒരു എസ്പ്രയെ കുറിച്ച് അറിയുന്നത്. അന്ന് നേരെ അങ്ങോട്ട് ചെന്നു, അങ്ങോട്ട് വെച്ച് വിളിച്ചു. എന്തായാലും എന്താ സംഭവം അറിയാലോ. അങ്ങനെ എസ്പോടെ അവിടെ എത്തി. നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി വലിയൊരു പരുന്ത് നിൽപ്പുണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ എസ്പോയിലേക്ക് കിടക്കാൻ വേണ്ടി പോവുകയാണ്. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് 5 വയസ്സ് താഴെയുള്ളവർക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല, ഫ്രീ ആണ്. അങ്ങനെ എസ്പോടെ ഉള്ളിലേക്ക് കിടന്നു. നമ്മൾ ആദ്യമേ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അവതാറിലെ ഷോകളാണ്. അവതാർ സിനിമയെ കണ്ട കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ലൈറ്റിങ് അറേഞ്ച്മെൻറ്റും പക്ക രീതിയിലാണ് സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത്. ആ 100 രൂപയ്ക്കുള്ളൊരു മുതൽ തന്നെയുണ്ട്. അവതാറിലെ കഥാപാത്രങ്ങളുടെ രൂപങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നല്ല അടിപൊളി ലൈറ്റിംഗ് എന്ന് വെച്ചാൽ അടിപൊളി രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനിയാണ് കാഴ്ചകൾ. ഇവിടെ റോബോട്ടിക് ഷോകളുണ്ട്, പിന്നെ ഷൂട്ടിംഗ് ഉണ്ട്, പിന്നെ പല പല കട ഷോപ്പുകളുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. 100 രൂപയ്ക്കുള്ള തന്നെ ഒരു മുതലുണ്ട്. ഇത് ലൈറ്റിങ് കണ്ടില്ല, ലൈറ്റിംഗ് ഭയങ്കര അറേഞ്ച്മെൻറ്റിലാണ്. ഇതൊരു തത്ത എല്ലാം സെറ്റപ്പ് രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഷോയിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ഈ റോബോട്ടിക് ഷോ. അടിപൊളിയാണ്. നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി 2 റോബോട്ടുകളാണ്. പിന്നീടാണ് ഞാൻ ആ നഗ്നശക്തി മനസ്സിലാക്കിയത്. ഈ റോബോട്ടുകളെ അവിടെ 2 പേരിരുന്ന് റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കുകയാണ്. അതറിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു കൗതുകമെല്ലാം പോയി. അതുവരെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ റോബോട്ടുകളെ. പക്ഷേ അത് അവരെ റിമോട്ടിൽ നിയന്ത്രിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒരു താല്പര്യം പോയി.